സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല അയ്യപ്പ സേവാ സമാജം കൊങ്കൺ പ്രാന്തിൻ്റെ 6ാമത് രാമായണ പാരായണവും തുടർന്ന് ഭജനാവലിയും ഇന്ന് 13ാമത് ദിവസമാണ് തുടരുന്നത്. ഇന്നത്തെ പാരായണത്തിൽ പങ്കെടുക്കുന്ന രാമഭക്തന്മാരുടെ പേര് ശ്രീമതി അനിത അർജുൻ, ശ്രീ പ്രേമചന്ദ്രൻ, മിസ്സസ് ശ്രീലേഖ പിള്ളൈ, മിസ്റ്റർ എൻ വിശ്വനാഥൻ. അതുപോലെ തന്നെ ഈ പാരായണത്തിൽ പങ്കെടുക്കുന്നവർക്കും ഭജനയിൽ പങ്കെടുക്കുന്നവർക്കും സാസ് കൊങ്കൺ ബ്രാൻഡിൻ്റെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു ഭക്തന്മാർക്കും ഓരോരുത്തർക്കും സാസിൻ്റെ വകയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇൻസ്ട്രക്ഷനെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു. അടുത്ത പ്രാർത്ഥന, സാസിൻ്റെ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്.
ഓക്കെ, സ്വാമി ശരണം. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പല ഭാരവാഹികളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന സാസിന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഗിരീഷ് ജിയും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ മിസ്റ്റർ അജയകുമാർ ജിയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പാരായണം ശ്രീമതി അനിത അർജുൻ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കഭിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യവാദം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവന് മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവള് മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തോരു കഷ്ടമോർത്താൽ. എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചെന്നാൾ അതു കേട്ടു രാവണനോട് യാതു ദാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തോടെ ചെന്നു ഗൗതമി തടം ബുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സുടും
താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടിന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതാവും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചീടും അവളെ വഴി പോലെ കാണുമ്പോൾ അങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നും കൽപ്പിക്കാം വികൽപ്പമില്ല അല്പവും അതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജനാസാ കർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചര നീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശംഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചോരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനേകമൂർത്തി മുക്തൻ ഭക്തപ്രിയൻ. മുക്തിദാനേകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ. ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമെന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടു മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും. യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടി അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷ ബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ. ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ക്ലേശൻ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രി മൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി. പാരാതെ പാരാവാര പാരമാം തീരം തത്ര. മാരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജഡാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട ആമോദത്തോടും ഒരു വീടിനാമാരീജനും. ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു തിച്ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും, എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീജവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം. കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ. എന്നുടെ ഭഗിനി തന്നാസികാകുജങ്ങളും
കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തുരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നീടുവന്നതിന്നു നീ ഹേമവർണ്ണം പൂണ്ടോരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ, വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നീടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം മുര ചെയ്താൻ. ആരുപദേശിച്ചിതോ മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ, നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന രമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളോ ഞാൻ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീ. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞുകൊണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതോ വാത്സല്യത്താൽ. എന്തോ ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നത് കേട്ട് ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവഴി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ ഇന്ന് സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ. ദേവതാപസന്മാർക്കെല്ലാം മാനുഷരല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചിതോ. സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ വണ്ണം അല്ലെന്നാക്കുവാൻ ആളാരേടോ. നന്ന് നിന്നജ്ഞാനം ഞാനിങ്ങനെയോ തീലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ ഉന്മാനായി ചമഞ്ഞ് ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നീടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറത്ത് നീ ഉര ചെയ്യുന്നതാകിൽ
വാൾക്കൂണാകിൽ എന്നോട് വാൾക്കൂണാക്കിയിടുന്നൊരു തൊണ്ടിന്ന് ഇന്ന് തന്നെ എന്നതു കേട്ട് വിചാരിച്ചതു മാരീജനും നന്നല്ല ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്ന് ചിന്തിച്ച് ആമോദം പൂണ്ട് പുറപ്പെട്ടാലുമെന്ന് ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നൊരു ചെയ്ത് വിചിത്രാകൃതി കലർന്നോര് പൊന്നിറമായുള്ള മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറുകരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ച് ദശാസ്യനുമന്തനായി ചമഞ്ഞിതു. മാരീജൻ മനോഹരമായൊരു മുൻപാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടോരോരോ ലീലകൾ കാട്ടിലുൾ പൂക്കും. പിന്നെ വേഗേനെ പുറപ്പെടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാകേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജയിതം അറിഞ്ഞോ രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ. കാന്തേ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീ ഒരു കാര്യം വേണം അതിന് മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശയങ്കൽ ഒരാണ്ടിരുന്നിടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം. രാമചന്ദ്രോക്തി കേട്ട് ജാനകി ദേവിദാനും കോമളഗാത്രിയായ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതോ മഹാവിഷ്ണുമായും അപ്പോൾ. മാരീച നിഗ്രഹം. നിർമ്മിതമായ കനകമൃഗം കണ്ടു സീതയും രാമചന്ദ്രനോട് ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു. മരുക്കമുണ്ടെത്രയുമെന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതോ നമുക്കിങ്ങ് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു. നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പദേ. മൈഥിലി വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു. സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്കും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങളും എടുത്തുടൻ ചെന്നിതോ മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞെടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോട് ദൂരെ കുതിച്ചു ചാടും അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗം
ഉണ്ടതിനേറ്റം എന്നു വച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മഴ പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്തെ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനം പ്രാണവേദനയോട് കരഞ്ഞാൻ, അയ്യോ പാപം, ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ, ഹാഹാമേ വിധിബലം പാഹിമാം ദയാനിധേ. ആ ദുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൽ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജരുടെ വിലാപങ്ങൾ കേട്ടീലേ. ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനത് കേട്ട് ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ട് പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പങ്ക്തിതന്തരൻ തനിക്ക് അതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നത് ഇതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായി ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകല രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ടു കണ്ടുനീർ തൂകി തൂകി മാനസേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം, രക്ഷോജാതിയിൽ അത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചൊല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസീ ഭാര്യാഹരണോദ്യോതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശം അടുത്തിരിക്കുന്നതു പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി, ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശരാധീശ്വരപത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നു ദൂതശാസ്യനും. വിശ്വവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ബലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ബലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നിടുകത പോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ശുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം വിഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനെ കമനേയാങ്കി നീ ആരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠൂരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനരഭൂമി തന്നിൽ നീ ഒരു നാരീമണി താനേ വാഴുന്നതെന്തോ. ആയുധപാണികളാരുമില്ലല്ലോ സഹായമായി.
തന്നുടെ പരമാർത്ഥം ഒക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുത അതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ. ധന്യനാമനുജനും ലക്ഷ്മണൻ എന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാം തപസ്സിനായിഞ്ഞു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 ആണ്ട് കഴിവോളവും വേണം താനും. അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനാ എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലെ പങ്കജ വിലോചനേ പഞ്ചബാണാദിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്നൂലമതിന്നു നീ പോരണം മയാസാദം. ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം കിങ്കരനായേന്തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവല്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലും നാവിൽ. ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനി പതിമമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു. കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം. നീ തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജനാശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വെച്ച് ആകാശമാർഗെ ശീഘ്രം പോയി ദൂതശാസ്യനും. ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ആഹാമൽ പ്രാണീശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അദ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നത് പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും കൃത്രരാജനും ഒരു പത്രവാനായുള്ളൊരു കൃത്രരാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അബ്ദയും പത്രാനില ക്ഷുബ്ധമായി ചമയുന്നിൽ അദ്രികൾ ഇളകുന്നു വിദ്രുതം അതുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തിഷ്ണതുണ്ടാഗ്രം കൊണ്ടു നേതേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടിഴന്ന ഒരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രി പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനർ ഓർത്തുതൻ ചന്ദ്രഹാസം ഇളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിണി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു പേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ട് എന്നോടുത്തു വീണീടുന്ന കണ്ണുനീരോടും അപ്പോൾ കകവാകുഴലിയാം ജാനകീ ദേവിദാനം ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞ ഉത്തമനാന്റെ ജീവനം പോകായി. പുത്രിയും വരം പത്രിരാജനു നൽകി മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെയോ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ. രക്ഷോ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ട്. ആരും എനിക്കയ്യോ എനിക്ക് അയ്യോ ഇല്ലെനിക്കയ്യോ പാപം.
ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവര ദയാനിധേ. രാമ 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 ലോകാഭിരാമ രാമ. ഭൂമി ദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭ, പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധിപനെന്നെ കൊന്ന് ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വവാരിധീനാഥ, ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രനിഞ്ഞ ഭദ്രൻ ഇങ്ങെത്തുമെന്ന ശങ്കയാ ചിത്തവേഗേന നടന്നിടിനാൻ. അതു നേരം വൃതേപുത്രയെങ്കിൽ കോട്ടാച്ച് നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ട് പഞ്ചവാനരന്മാരെ വിദ്രന വിഭൂഷണ സഞ്ജയം അഴിച്ച് തൻ ഉത്തരീയാർത്ഥ കണ്ണം കൊണ്ട് കണ്ണിച്ച് ബന്ധിച്ചു രാമഭദ്രനു കാണാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിത് സീതാദേവി മതനാചരനറിഞ്ഞീലതും അപ്പോൾ ആബ്ദിയുത്തീര്യ തൻ പത്തനം ഗത്വാ പൂർണ്ണം സുധാ മഹാശോകഗാനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദയവാരായ നിജരക്ഷോ നാരികളെയ നിത്യവും പാലിച്ചു കൊള്ളുന്ന ഉറപ്പിച്ചു തന്റെ വസ്ത്യ ഉൾപ്പുക്കുവസിച്ചിടിനാശാനന. ഉത്തമോത്തമയായ ഗാനകീ ദേവി പാതിവ്രത്യ ആശ്രിത്യവസിച്ചിടിനാളതുകാലം വസ്ത്രകേശാദികളും എത്രയോ മലിനമായി വസ്ത്രവും കുമ്പിട്ട് സംതപ്തമാം ചിത്തത്തോടും രാമരാമേതിജപാധ്യാന നിശ്ചയാ ജപാധ്യാന നിശ്ചയാ ബഹുയാമുനി ജരകുലനാരികളുടെ മധ്യേ വിഹാര സീതാ സീതാദപാത പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ട് മായാ സങ്കടോ മനുഷ്യ ജന്മം തിങ്കലാർക്കില്ലാത്തോ. രാമനോ മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണോ മരീജാസുരമെയ്തു കൊന്ന് വേഗേന നടകൊട്ടാനാശ്രവം നോക്കി പുനര് ആഗമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ച് ശരപ്പാട് നടന്നോരനന്തരമോ ബാലക വരവിഷൂത്യരവേ കാണായി വന്നോ. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ച് കൽപ്പിച്ച് കരണീയമോ ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ. പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോ നായകനാൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്ന അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനോ പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തീയെ തിരഞ്ഞാശുപോച്ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നത്തൽ കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ട് പോകാം അയോധ്യയ്ക്ക് വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം.
പുഷ്കരോത്മോത്ഭവനിധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിക്കൽ ഞാൻ മർത്യനായി പിറന്നതോ മനുഷ്യനാകും എന്നുടെ ചരിതവും വൈഭവങ്ങളും കേൾക്കയോ ചൊല്ലുകയോ ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന മുക്തിയോ സിദ്ധിച്ചിടുമില്ല സംശയമേതോ. ആകയാൽ ഇവനെയോ വഞ്ചിച്ചു ദുഃഖിപ്പിച്ചു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്നിങ്ങോട്ട് പോന്നു. ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞോ നീ രാക്ഷസരവളയിൽ കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്തത് ഓർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണന്ദാനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി ഗൽഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീക്രോഹസനെ നിഗ്രഹിച്ചിടും. ഇപ്പോൾ ഇത്തരം ഭക്തജരൻ വിലാപങ്ങൾ കേട്ട് മുക്തഗാത്രിയോ തവനാഥനെന്നുറയ്ക്കയാൽ അത്യന്തം പരിതാപം കൈക്കൊണ്ട് വിലപിച്ച് സത്വരഞ്ജന രക്ഷിക്ക എന്ന് എന്നോടരുൾ ചെയ്താൽ. ഇത്തരം നാഗം മമ പ്രാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലോ രാക്ഷസനുടമായ ഭാഷിതമിതു നൂനോ കാൽക്ഷണം കുറുകുന്നു ഞാൻ പലപുരി ചൊന്നേൻ എന്നത് കേട്ട് ദേവി പിന്നെയും ഉര ചെയ്താൽ എന്നോട് പലതരവിഞ്ഞ അവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സതാപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ച് ദേവകളെ പ്രാർത്ഥിച്ച് രക്ഷാ നിന്തിരുമലരടി വന്നിപ്പാൻ വിടകൊണ്ടേനെങ്കിലും പിഴച്ചിത് പോന്നത് സൗമിത്രേ ശങ്കയുണ്ടായിടുവായിടാവോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഘോഷനത്രേ അത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ നിരച്ചുകൂടെ ചാന്തർഭാഗത്തിങ്കൽ ചെന്ന് എങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ട് രാമൻ ദുഃഖഭാവമോ കൈക്കൊണ്ട് എത്രയും വിലാപിച്ചാൽ നിഷ്കളാത്മാ രാമ നിർഗുണനാത്മാനന്ദ വല്ലവേശിദേഹ മൈഥിലീനാഥേ ജാനകി ദേവി പ്രാണേശ്വരി എന്ന് മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തന്നെ നീ വിളിച്ചത് വന്നിടുമടിയാതിത്തരം പറയുകയോ കാനനും തോറും നടന്ന് അത്തൽ കൊണ്ട് അന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരേ നിങ്ങളുണ്ടോ കണ്ട് വനജേഷണയായ സീത സത്യം ചൊൽവിൽ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ട് മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ട് മമചൊലുവിൻ പരമാർത്ഥ വൃക്ഷവ്രതവേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെ എങ്ങാനുമുണ്ടോ കണ്ട് ഇതമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം കൊണ്ട് സത്വര നിള തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ.
സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവ സർവ കാരണനേകൻ അജലൻ പരിപൂർണൻ നിർമ്മലൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മജൻ ജഗന്മയൻ മായാമാനുഷഭാവേന ദുഃഖിച്ചിടിനാൻ മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങൾ ഒന്നോ ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ല ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമതപോവനാദിഗമനോ ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം മാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം വശാദ്രാവണ ഉപകർണഹനനം ഏതതിരമായണോ ഹരേ രാമ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. അങ്ങനെ ഇന്നത്തെ രാമായണ പാരായണ ഭാഗം നമ്മൾ നല്ലതുപോലെ ഭഗവാന്റെ പാദത്തിൽ അടുത്തതായി ഭജനാവലിയാണ്. ആദ്യം വിഘ്നേശ്വരന്റെ പാട്ടുമായിട്ട് ബിന്ദു ട്രിവാൻഡ്രം. ശ്രീഗണനാഥം ശരണം ഏകദന്തം ശരണം ശ്രീവിനായക ശരണം പമ്പാ ഗണപതി ശരണം എത്തുകയായി പുനരൊത്തുകരേറാൻ ഭക്തഹൃദന്തങ്ങൾ നിശ്ചലമാമൊരു ജീവിത വീതിയിൽ ആത്മനിവേദ്യവുമായി എത്തുകയായി പുനരൊത്തുകരേറാൻ ഭക്തഹൃദന്തങ്ങൾ നിശ്ചലമാമൊരു ജീവിത വീതിയിൽ ആത്മനിവേദ്യവുമായി മൽപ്രിയ ഭഗവാൻ മണികണ്ഠൻ പദം എത്തിടുവാൻ മോഹം വിഘ്നേശ്വരനാം ഗജമുഖദേവൻ നൽകണം അനുവാദം മൽപ്രിയ ഭഗവാൻ മണികണ്ഠൻ പദം എത്തിടുവാൻ മോഹം വിഘ്നേശ്വരനാം ഗജമുഖദേവൻ നൽകണം അനുവാദം ശ്രീഗണനാഥം ശരണം ഏകദന്തം ശരണം ശ്രീവിനായക ശരണം പമ്പാ ഗണപതി ശരണം ഇരുമുടി മുദ്ര ധരിച്ചെത്തുമ്പോൾ കണി കണ്ടിടണം കലിയുഗ വരദൻ തവ സോദരനുടെ വദനാംബുജമടിയൻ ഇരുമുടി മുദ്ര ധരിച്ചെത്തുമ്പോൾ കണി കണ്ടിടണം കലിയുഗ വരദൻ തവ സോദരനുടെ വദനാംബുജമടിയൻ പ്രതിബന്ധങ്ങൾ ഒടുങ്ങി ഉയർക്കാൻ വരമേകിടണം ഗംഗണപതിയെ നാളികേരമുടച്ചു വണങ്ങുന്നേ പ്രതിബന്ധങ്ങൾ ഒടുങ്ങി ഉയർക്കാൻ വരമേകിടണം ഗംഗണപതിയെ നാളികേരമുടച്ചു വണങ്ങുന്നേ ശ്രീഗണനാഥം ശരണം ഏകദന്തം ശരണം ശ്രീവിനായക ശരണം പമ്പാ ഗണപതി ശരണം സ്വാമിയേ ശരണമയ്യപ്പ. അടുത്തതായി സദ്ഗുരുവിനെ കുറിച്ച് ഒരു ഗാനവുമായിട്ട് വരുന്നു രാധിക ഉണ്ണിത്താൻ. ശ്രീമതി രാധിക ഉണ്ണിത്താൻ. കേൾക്കുന്നുണ്ടോ? സദ്ഗുരുവേ ജയ ശങ്കരിയേ ജയ സദ്ഗുരുവേ ജയ ശങ്കരിയേ
സദ്ഗുരുവേ ജയ ശങ്കരിയേ ജയ സദ്ഗുരുവേ ജയ ശങ്കരിയേ മഞ്ഞ പൊൻജട പൂണ്ടവളേ ജയ മഞ്ഞളണിഞ്ഞ മനോഹരിയേ മഞ്ഞൻ മലയുടെ മകളാണ് മംഗളരൂപിണി ശങ്കരിയേ ചെങ്കുങ്കുമരസമണി പോലെ ജയ ചെമ്പട്ടാടയൊടുത്തവളേ ചന്ദന ചന്ദമരയിലിരിപ്പവളേ പവളേ ഒട്ടും കടകു തുറന്നു കൊടുപ്പവളേ ഉള്ളത്തിൽ കതിരായവളേ ജയ വെള്ളത്തിൽ തീയായവളേ ഞാനാം കേളി കുളറിന്നകമേ കാലത്തിൻ കാറ്റായവളേ ആറുകടന്നാൽ കാൺമോളെ ആറുകടത്താനുള്ളവളേ ആറും നാലും അറിഞ്ഞവനും ആരായാണിരസിപ്പവളേ സദ്ഗുരുവേ ജയ ശങ്കരിയേ ജയ സദ്ഗുരുവേ ജയ ശങ്കരിയേ സദ്ഗുരുവേ ജയ ശങ്കരിയേ ജയ സദ്ഗുരുവേ ജയ ശങ്കരിയേ സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയെ അടുത്തതായിട്ട് ശ്രീ അയ്യപ്പനെ കുറിച്ചുള്ള ഒരു നാമസങ്കീർത്തനവുമായിട്ട് വരുന്നു സൂര്യ പിള്ളൈ. അഭിരാമശീലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ അഭിരാമശീലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ അഖിലാണ്ട നായകൻ ഹരിഹരനന്ദനൻ അയ്യപ്പ സ്വാമി സ്ഥാനമേ ശ്രീ ശബരീശീലമേ അഭിരാമശീലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ ഉലകങ്ങളുടത്തിയിടും ശരണ സങ്കീർത്തനം ഉയരുന്ന നാദാലയമേ ഉലകങ്ങളുടത്തിയിടും ശരണ സങ്കീർത്തനം ഉയരുന്ന നാദാലയമേ ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാതുള്ള ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാതുള്ള ഉത്തമ സ്നേഹാലയമേ ഉജ്വല ഗീതാലയമേ അഭിരാമശീലമേ മലയാജലത്തിലെ
ദേവാലയമേ അഖിലാണ്ടനായകൻ ഹരിഹരനന്ദനൻ അയ്യപ്പ സ്വാമി തന്നാസ്ഥാനമേ ശ്രീ ശബരീശൈലം അഭിരാമശൈലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ സമഭാവ സുന്ദര സമത്വ സമ്മോഹന സംഭുജ ധർമാലയമേ സമഭാവ സുന്ദര സമത്വ സമ്മോഹന സംഭുജ ധർമാലയമേ സഖ്യനിസാന്ദ്ര സിന്ദൂര തിലകമേ സഖ്യനിസാന്ദ്ര സിന്ദൂര തിലകമേ ഭക്തന്റെ രക്ഷാലയമേ മുക്തിഗംഗോദ്വാലയമേ അഭിരാമശൈലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ അഖിലാണ്ടനായകൻ ഹരിഹരനന്ദനൻ അയ്യപ്പ സ്വാമി തന്നാസ്ഥാനമേ ശ്രീ ശബരീശൈലമേ അഭിരാമശൈലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ അഭിരാമശൈലമേ മലയാജലത്തിലെ അനവദ്യ ദേവാലയമേ. സാംശുദ്ധ അടുത്തതായിട്ട് ശ്രീ ഗോവിന്ദനെ കുറിച്ചുള്ള ഒരു നാമസങ്കീർത്തനവുമായി ശ്രീ എൻ വേണുഗോപാൽജി. സ്വാമിയേ ശരണമയ്യപ്പ. ദേവ ദേവകി നന്ദന ശൗരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ദേവ ദേവകി നന്ദന ശൗരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. 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 ഗോപി മോഹന വേണു വിലോല ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ഗോപി മോഹന വേണു ഗോപാല ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ജീവനായക വീരകംസാരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ജീവനായക വീരകംസാരേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. രാധാ മാധവ നാഥ മുകുന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ. രാധാ മാധവ നാഥ
മുകുന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ 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 ദേവാ ദേവകി നന്ദന ശൗരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ ദേവാ ദേവകി നന്ദന ശൗരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ ഹരേ കൃഷ്ണ മുരാരേ ഗോവിന്ദ ഹരേ കൃഷ്ണ മുരാരേ കൃഷ്ണ മുരാരേ കൃഷ്ണ മുരാരേ. അടുത്തതായി ശ്രീ ഹനുമാൻ സ്വാമിയെ കുറിച്ചുള്ള ഒരു ഭജന ആലപിക്കുന്നതിലേക്കായി ശ്രീമതി ജലജ മേനോൻ. ജലജ മേനോൻ. മാരുതി രാജാ ജയ് ജയ് മാരുതി രാജാ, മാരുതി രാജാ ജയ് ജയ് മാരുതി രാജാ, ഭക്തി പ്രേമ സ്വരൂപനെ മാരുതി രാജാ, മുക്തി മൂല പൊരുളെ ശ്രീ മാരുതി രാജാ, മാരുതി രാജാ ജയ് ജയ് മാരുതി രാജാ, മാരുതി രാജാ ജയ് ജയ് മാരുതി രാജാ, രാമനാമം തന്നിൽ വാഴും മാരുതി രാജാ, രാമദാസർ ഗുരുവായി വന്ന മാരുതി രാജാ, മാരുതി രാജാ ജയ് ജയ് മാരുതി രാജാ, മാരുതി രാജാ ജയ് ജയ് മാരുതി രാജാ, ആഞ്ജനേയ ബാലനെ ശ്രീ മാരുതി രാജാ, ആദിത്യദേവൻ ശിഷ്യനെ ശ്രീ മാരുതി രാജാ, മാരുതി രാജാ ജയ് ജയ് 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 മാരുതി രാജാ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. അടുത്ത അവസാനമായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ വത്സല പണിക്കർജിയെ ക്ഷണിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ജയ ജഗൽപദേ രാമ ജാനകി പദേ, ജയ ജനാർദ്ദന രാമ മോഹനാകൃതേ, ജയ ജഗൽപദേ രാമ ജാനകി പദേ, ജയ ജനാർദ്ദന രാമ മോഹനാകൃതേ, ജയ സുരാർത്ഥിത രാമ വിശ്വപാലക, ദശരഥാത്മജ രാമ കൗസല്യസുതാ, ജയ ജഗൽപദേ രാമ ജാനകി പദേ, ജയ ജനാർദ്ദന രാമ മോഹനാകൃതേ, സകല സേവിത രാമ സച്ചിദാത്മക, അനഘമാനസ രാമ രഘുകുലാന്വയ, ജയ ജഗൽപദേ രാമ ജാനകി പദേ, ജയ ജനാർദ്ദന രാമ മോഹനാകൃതേ, വിശദ ശൈശവ രാമ കുവലയക്ഷണ, ജനകരഞ്ജന രാമ കാമ കോമള, ജയ ജഗൽപദേ രാമ ജാനകി പദേ, ജയ ജനാർദ്ദന രാമ മോഹനാകൃതേ, സഹജ ലക്ഷ്മണ രാമ ഭക്തപാലക, കൗശികാർത്ഥിത രാമ കരശരാഞ്ജിത, ജയ ജഗൽപദേ രാമ ജാനകി പദേ, ജയ ജനാർദ്ദന രാമ മോഹനാകൃതേ, സാമോദക രാമ മധുസുരാക്ഷക, ജനകജാവര രാമ പ്രണയദായക,
ജയ ജഗൽപദേ രാമ ജാനകി പദേ ജയ ജനാർദ്ദന രാമ മോഹന ഹൃദേ ശിവധനധനി രാമ തദനു ഖണ്ഡിത സുഹൃതമംഗല രാമചരിത പാവന ജയ ജനാർദ്ദന ജയ ജഗൽപദേ രാമ ജാനകി പദേ ജയ ജനാർദ്ദന രാമ മോഹന ഹൃദേ ജയ ജഗൽപദേ രാമ ജാനകി പദേ ജയ ജനാർദ്ദന രാമ മോഹന ഹൃദേ. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഭജനാവലിയുടെ വളരെ നല്ലതായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ആരതിയാണ്. ആരതിക്ക് വേണ്ടി ചേട്ടനെ ക്ഷണിക്കുകയാണ്. ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമ സ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ വരദാരാധ്യ ഹരേ ശത്രുഘ്ന സേവിത ഭക്ത ജനപ്രിയ രാവണ നാശ ഹരേ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ കൗസല്യാസുതവരദ വസിഷ്ഠ പൂജിത ഭൃഗുരാമ പ്രിയ രാമായണ കഥിത രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ തവ പദ പങ്കജമടിയനു ശരണം സതതം രഘുനാഥ രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമ ശോകാർണവതരണ അഖിലാധാരാ ജഗദോദ്ധാരക ഗുരുവായൂപുരേശ രാമ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ ദശരഥ രാമ ഹരേ. ഇന്നത്തെ രാമായണ പാരായണവും അതുപോലെ തന്നെ ഭജനാവലിയും വളരെ ഭംഗിയായിട്ട് നമ്മൾ ഭഗവാന്റെ ആരതി കാണിക്കുന്നുണ്ട്. നാളെ എല്ലാവർക്കും ഒത്തുചേരാം നാളത്തെ പരിപാടിയിലേക്കായി. സ്വാമി ശരണം. കായേന വാചാ മനസേന്ദ്രിയേർവാ സ്വഭാവാത് സർവം നാരായണായി സമർപ്പയാമി.